നമസ്കാരം, വെട്ടന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം. കല്യാണം ഇനി വേറെ ലെവൽ. ബാസിദ് വെഡിംഗ് മാൾ, ബാസിദ് ആർക്കേഡ്, പൂങ്ങോട്ടുകുളം, തിരൂർ. തിരൂർ MES സെൻട്രൽ സ്കൂളിൽ രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും വിദ്യാർത്ഥികൾക്കും ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വിശിഷ്ടാതിഥിയായി എത്തിയ മലപ്പുറം RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസറായ നസീർ PA ക്ലാസ് എടുത്തു. വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ഡ്രൈവർമാരും പങ്കെടുത്തു. ട്രാഫിക് നിയമങ്ങളെക്കുറിച്ച് വിശിഷ്ടാതിഥിയായി എത്തിയ മലപ്പുറം RTO എൻഫോഴ്സ്മെന്റ് വിഭാഗം ഓഫീസറായ നസീർ PA ക്ലാസ് എടുത്തു. നമ്മുടെ കുട്ടികളെല്ലാം ബുദ്ധന്റെ കഥയിൽ പരാമർശിക്കും പോലെ മഞ്ഞുതുള്ളി പോലെ പരിശുദ്ധമാണ്. അവർ പാവങ്ങളാണ്, അവർ സ്നേഹമുള്ളവരാണ്, നല്ല കുട്ടികളാണ്. അവർ നമ്മുടെ സ്കൂളിലോട്ട് വരുന്നത് അവർ കുറേ സ്വപ്നങ്ങൾ നെയ്തെടുത്തുകൊണ്ട് അവരുടെ മാതാപിതാക്കളുടെ സ്വപ്നം സാക്ഷാത്കരിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന കുട്ടികളാണ്. ആ കുട്ടികളെ അപകടമില്ലാത്ത രീതിയിൽ ആ കുട്ടികളെ കയറ്റുന്ന സ്ഥലത്ത് നിന്ന് തിരിച്ചെത്തിക്കേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സ്കൂൾ അധികൃതർക്ക് വളരെയധികം ഉണ്ട് എന്നുള്ള കാര്യം ആദ്യം നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി വന്നിട്ട് എനിക്ക് സലാം മടക്കി സലാം ചൊല്ലിയിട്ട് എന്നെ ഷെയ്ക്കാൻ തന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ, ഇവിടെ മോഡിഫിക്കേഷൻ വരുന്ന നിരവധി കുട്ടികൾ, നിരവധി വാഹനങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഹെൽമെറ്റ് ധരിക്കാത്ത കുട്ടികളെ സ്വീകരിക്കാൻ വരുന്ന നിരവധി രക്ഷിതാക്കളുമുണ്ട്, അതുപോലെ തന്നെ ടീച്ചർമാരുമുണ്ട്. ആ കുട്ടി ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. വന്നെങ്കിൽ ആ കുട്ടിയെ ഞാൻ ആദ്യം അനുമോദിക്കുകയാണ്. മലപ്പുറം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ പോയിട്ടും തൻ്റെ ഇടത്തോടു കൂടി ഒരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ ഫ്രണ്ടിൽ വന്ന് ഷെയ്ക്കാൻ്റെ നിന്ന് സാർ ഒരു നിയമലംഘനം ചൂണ്ടിക്കാണിച്ചുവെങ്കിൽ ആ കുട്ടി ഈ സ്കൂളിൽ ഏറ്റവും മിടുക്കിയാന്ന് ഞാൻ പറയും. ആ കുട്ടിക്ക് ഫുൾ A+ അല്ല വേണ്ടത്, ആ കുട്ടിക്ക് അതിലും വലിയ ആദരവ് നിങ്ങൾ കൊടുക്കണം. അതായത് ആ കുട്ടി ആഗ്രഹിക്കുന്ന ഒരു നന്മയാണ്. എന്നെപ്പോലെ മറ്റേ കുട്ടികൾക്കും ഒരു അപകടം വരാത്ത സ്ഥിതിവിശേഷം നമ്മുടെ സ്കൂളിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ ഇതൊരു ഉദ്യോഗസ്ഥൻ്റെ മുമ്പിൽ പബ്ലിക്കായിട്ട് തുറന്നു പറയാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കുട്ടിയെ പേരെനിക്ക് മറന്നുപോയി, അല്ലെങ്കിൽ ഇപ്പോൾ വിളിച്ച് ആ കുട്ടിക്ക് ഒരു ഷെയ്ക്കാൻഡ് കൊടുക്കുന്നതിന് ആഗ്രഹമുണ്ട്. ആ കുട്ടി ഇന്ന് സംസാരം ശ്രമിക്കുന്നെങ്കിൽ തീർച്ചയായിട്ടും കടന്നു വരണം ഞാൻ ഈ സംസാരം തീരുന്നതിന് മുമ്പേ. എന്തായാലും ഞാൻ വിവിധ സ്കൂളുകളിൽ ഇത് പോയി പറഞ്ഞു. വിവിധ സ്കൂളുകളിൽ പോയി പറഞ്ഞപ്പോൾ പല കുട്ടികൾക്കും ഇതുപോലെ പലതും കാണുന്നുണ്ട്. പറയാൻ ഭയം, പേടി, ഇനി അധ്യാപകർ നമ്മൾ അടിക്കുമോ അല്ലെങ്കിൽ ആരെങ്കിലും വഴക്കുമറിയുമോ എന്നുള്ള ഭയപ്പാട് ആ കുട്ടികൾക്കുണ്ട്. ഞാൻ പറയുന്നു, നമ്മുടെ കുട്ടികളെ ചോദ്യം ചോദിക്കാൻ പഠിപ്പിക്കുന്ന ഒരു അധ്യാപനമാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ വേണം. അതുകൊണ്ടാണ് ടീച്ചറെ ഇന്നത്തെ ആധുനിക ശാസ്ത്രം അധ്യാപകനെ ടീച്ചറിന് പകരം മെന്റർ എന്ന് പറയുന്നത്. മെന്റർ എന്താണ് അധ്യാപകനെ പറ്റി പറയുന്നത്? പഴയകാലത്തെ അധ്യാപകനെ പോലെ അല്ല. മെന്റർ എന്ന് പറഞ്ഞാൽ തൻ്റെ മുന്നിലിരിക്കുന്ന 45 അല്ലെ 50 കുട്ടികളുടെ അവരുടെ ഇച്ഛാനിഷ്ടങ്ങളെ മനസ്സിലാക്കി, അവരുടെ ആഗ്രഹങ്ങൾ മനസ്സിലാക്കി, അവരുടെ കഴിവുകളെ മനസ്സിലാക്കി അവരെ ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു അധ്യാപകനാണ് ഈ സ്കൂൾ ചെയർമാൻ അൻവർ സാദത്ത് കള്ളിയത്ത് അധ്യക്ഷത വഹിച്ചു. സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ VP സ്വാഗതം പറഞ്ഞു. രക്ഷിതാവായ ശ്രീധരൻ, ഡ്രൈവറായ ദാസൻ എന്നിവർ ചേർന്ന് വിശിഷ്ടാതിഥിക്ക് മൊമെന്റോ സമ്മാനിച്ചു. എന്ന് നോക്കരുത്, നമ്മൾ പെർഫെക്റ്റ് ആവും. നമ്മളിപ്പോൾ നമുക്കറിയാം, രാത്രിയൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ കേരളത്തിൽ അപകടം ഉണ്ടാകുന്നത് രാത്രിയിലുള്ള ഉറക്കൊഴിച്ചുള്ള യാത്രകളാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. പല പ്രശസ്തരായ ആളുകളും ഇന്ന് ആക്സിഡൻ്റായി കിടക്കുന്നവരൊക്കെ രാത്രി യാത്രകളിലാണ്. അതിൽ ഭയങ്കരമായി നമ്മൾ കെയർ ചെയ്യേണ്ടതുണ്ട്. ഒരിക്കലും ഈ ഉറക്കൊന്നും ഒഴിച്ചുകൊണ്ട് റിസ്ക് എടുത്ത് ഡ്രൈവിങ്ങിനൊന്നും ആരും നിൽക്കരുത്. ആ യാത്രകളൊക്കെ പകലിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം, ഓപ്പോസിറ്റ് വരുന്ന ആള് ബ്രൈറ്റ് അടിച്ചു വരുമ്പോൾ നമ്മളും വാശിക്ക് ബ്രൈറ്റ് അടിച്ചു പോകും. ഒരിക്കലും ചെയ്യരുത്. അയാൾ എന്തോ. സ്കൂൾ സെക്രട്ടറി സലാം P. ലില്ലീസ് വിശിഷ്ടാതിഥിയെ ഉപഹാരം നൽകി ആദരിച്ചു. സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ ബെന്നി PT ചടങ്ങിൽ നന്ദി പ്രകാശിപ്പിച്ചു. വെട്ടന്യൂസ്.